வானத்திலே எரிதொரு வட்ட விளக்கியதே வணங்கிடவே வச்சோ குத்து விளக்கு சந்திரன் நமக்கு தெய்வமடி அதே கும்பிட்டு கும்பிட்டு கும்மியடி ാളിയൻ കൂടി വിട്ട് വരമ്പ പോകുമ്പോ വിട്ട് വരമ്പത്തോരു ജനത്തണ്ടാളിയൻ കൂടി വിട്ട് വരമ്പ പോകുമ്പോ വിട്ട് വരമ്പത്തോരു ജനത്തണ്ട അന്ന കാട്ടിയും വെല്ലോനാണ്ട കൂട്ടാചാരൻ കുഞ്ഞൈ അന്ന നമ്മള് കൊണ്ടുപോകും കോയമ്പത്തൂര് അന്ന കാട്ടിയും വെല്ലോനാണ്ട കൂട്ടാചാരൻ കുഞ്ഞൈ അന്ന നമ്മള് കൊണ്ടുപോകും കോയമ്പത്തൂര് तुम्हें वालदा सुन दिल दे पुकार आजा कर ले ये प्यार डोलना बच्चे तुम्हें वालदा सुन दिल दे पुकार आजा कर ले ये प्यार डोलना बच्चे तुम्हें वालदा सुन दिल दे पुकार आजा कर ले ये प्यार डोलना तुलुक तुलुक तुम तुलुक तुलुक तुम तुलुक तुलुक तुम दादा तुलुक तुलुक तुम तुलुक तुलुक तुम दादा ചതുർപ്പുറം വരും ജലം ചുഷങ്ക തലമകം യശും തനതി പഠിച്ചു സന്ധിടൈ പുനല ഹരികർഗ തുടങ്ങിടൈ ഗസല ചൊരിന്ത് മത്തിറത്ത് പരന്തനരുളിനലൂരം പെരും മുഖത്തുരാ ചതുർപ്പുറം വരും ജലം സത്തുരാ ചുഷങ്ക തലമകം യശും തനതി പഠിച്ചു സന്ധിടൈ പുനല തുടങ്ങിടേ ഗസലാ நானானைத்தான் அது நடந்து விட்டார் இங்கே ஏழைகள் வேதனை படமாட்டார் உயிருள்ளவரை இங்கும் துன்பமில்லை அந்த கண்ணீர் கடலிலே விடமாட்டார் அந்த கண்ணீர் கடலிலே விடமாட்டார் நானானைத்தான் அது நடந்து விட்டார் இங்கே ஏழைகள் வேதனை படமாட்டார் உயிருள்ளவரை இங்கும் துன்பமில்லை அந்த கண்ணீர் கடலிலே விடமாட்டார் அந்த கண்ணீர் கடலிலே விடமாட்டார் நாளை நமதே இங்க நாளும் நமதே தாய்மொழி வந்த அங்கங்கள் எல்லாம் ஓர்வரி நின்று நேர்வழி சென்ற நாளை நமதே காலங்கள் மலர்ந்து சோகங்கள் மறந்து எனக்கென வாழ நமக்கென வாழ நாளை நமதே நாளை நமதே இந்த நாளும் நமதே ഇഷ്ടം പാൽ കുടത്തിൽ കൊണ്ടുപോകും രാത്രി കണ്ടാൽ ഞങ്ങൾക്കില്ലേ ആവേശം പണ്ട് പണ്ടേ നിന്റെ പേരിൽ കണ്ടതെല്ലാം കാത്തുവെക്കും ഭൂലോകം മുത്താറിൽ നീക്കും നിശ്ചയി നീ മുച്ചൂടും പാമ്പിനെ നൃത്തം ചെയ്തില്ലേ നീ ഓരോ വട്ടം കാണും നീ ഓരോ വെള്ളം ചെയ്യും നീ പാദം ഞങ്ങൾ മുത്തും ആ പാപം താനേ നേരുന്നു നീല കണ്ണാ അത് തുടിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി കാക്കച്ചി കൊത്തി പോയി അത് തുടിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി അല്ലോ കാക്കച്ചി കൊത്തി പോയി നോക്കി വെച്ചൊരു കരകരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും തെറ്റിയാൽ പോകും നോക്കി വെച്ചൊരു കരകരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും തെറ്റിയാൽ പോകും
കാത്തു തുടിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി, കാക്കച്ചി കൊത്തി പോയി. നോക്കി വെച്ചൊരു കരകരപ്പഴം നോട്ടം തെറ്റിയാൽ പോകും, നോട്ടം തെറ്റിയാൽ പോകും. ഭർത്താവ് ഞാൻ പോരെയോ, ബിന്ദു പണിക്കരെ ഭർത്താവ് ഞാൻ പോരെയോ. ഉയരമില്ലെങ്കിലും വീസയില്ലെങ്കിലും ഭർത്താവ് ഞാൻ പോരെയോ. കാവ്യ മാധവ ഭർത്താവ് ഞാൻ പോരെയോ. പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാന്ന്, പോരണ്ട പോരണ്ടാന്ന്. അപ്പോഴേ പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാന്ന്, പോരണ്ട പോരണ്ടാന്ന്. കൈതമുക്കള കന്നിപ്പാടത്ത് കാറ്റ് മൂളണ നേരത്ത്, കാറ്റ് മൂളണ നേരത്ത്, കൂരാങ്കുന്നിന്റെ പാലമൂളില് കൂമൻ മൂളണ നേരത്ത്, കൂമ മൂളണ നേരത്ത്. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാന്ന്, പോരണ്ട പോരണ്ടാന്ന്. ഞാനും കണ്ടേ ഞാനും കേട്ടേ അവന് ഇടിച്ചു പരത്തണ നേരത്ത് എന്റെ മനസ്സിൽ 40 ലക്ഷം കിട്ടണതൊക്കെയും ഓർമ്മ വരും. ഒരു മാരുതി വാനിൽ ചെത്തി നടക്കണം, വീട് പുതുക്കണം, പിന്നെയും കെട്ടണം, പിന്നെ ഇടക്കൊരു സ്മോള് പഠിക്കണം, താളത്തരികിട നിവൃത്തത്തെ ചടപട ഇടിയട നടുപുറത്തിടിയട കുടുംബക്ക് പിടിക്കട പെടലിക്കടടിക്കട കിടക്കണ മുറുക്കട മറിച്ചിട്ട് മുറുട്ടട പെടലിക്ക് തിരിച്ചിട്ട് കുടരട് മുടിക്ക് തീശ പിടിച്ച് വലിച്ച് പറിച്ച് കരഞ്ഞ കരയട കരണ് തിരടി കമ്പട് പടിയട് പടപട് ഉടനടി കുടുംബക്ക് പിടിച്ചിട്ട് പടപടയടിക്ക് കമ്പട് പടിയട് പടപട് ഉടനടി കുടുംബക്ക് പിടിച്ചിട്ട് പടപടയടിക്ക് കരകിടത് വൃത്തത്തെ താകിടത് വൃത്തത്തെ തിരികിടത് വൃത്തത്തെ. ആനകളില്ലാതെ കുമ്പാരിയില്ലാതെ ആറാട്ട് നടത്താറുണ്ടിവിടെ. അമ്മോ തേരെ ബിന ബിക്കാ ജീനാ, തേരെ ബിന ബിക്കാ ജീനാ. വന്നെ വന്നെ വന്നെന്ന് പറഞ്ഞാലും മിണ്ടാതിരുന്നു ഇവിടെ. ഹലോ ഹലോ ഹലോ, ആരാത്? ആരാതെന്ന ആര്? ആരാ അവിടെ? ഇവിടെ ആ എന്റെ ഈശ്വര, ആരാ ഇവിടെ? ആരാ ഇവിടെ? ആരുമില്ലല്ല. അവിടെ ആരാന്നാ ചോദിക്കുന്നത്? അവിടെ ആരാണെന്ന് എന്നോട് ചോദിച്ചാ ഞാൻ എങ്ങനെ പറയണത്? അത് അവിടെ ഉള്ളവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. ഈ ഫോൺ എടുത്തിരിക്കുന്ന നീ ആരാണെന്ന്? ഞാനാ? ആ ഞാൻ ഇവിടുത്തെ വേലക്കാരനാണ്. നിന്നെ ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. പിന്നെ ഇപ്പൊ കണ്ടതുപോലെയാണ്, ഇതിനു മുമ്പ് കണ്ടില്ല എന്ന് പറയാനായിട്ട്. എടാ എടാ നിന്നെയൊക്കെ ഏത് മരപ്പട്ടിയാണ് അവിടെ ജോലിക്ക് വെച്ചത്? എന്നെ ഏത് മരപ്പട്ടിയാണ് ജോലിക്ക് വെച്ചതെന്നാ? കൊച്ചമ്മ മുതലാളി ഇവിടെ ഉണ്ടായിരുന്നില്ല, മുതലാളി ടൂറിലാണ്. എന്നെ ഇന്നലെ കൊച്ചമ്മ ഇവിടെ ജോലിക്ക് വെച്ചതേ ഉള്ളൂ. മനസ്സിലായ? മുതലാളി ഉണ്ടായിരുന്നെങ്കിൽ മുതലാളി എന്നെ വെച്ചേനെ. അല്ല, ഇതൊക്കെ ചോദിക്കാൻ താനാരാണ്? ഞാനാ? ആ, ഞാൻ നിന്റെ മുതലാളി. മുതലാളിയാ? ആ. മുതലാളി ക്ഷമിക്കണം മുതലാളി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. ഞാൻ മുതലാളിനെ കണ്ടിട്ടില്ല. ഞാൻ ഇന്നലെയല്ല അപ്പോയിന്റ്മെന്റ് ആയത്. ക്ഷമിക്കണം മുതലാളി. മുതലാളി എവിടെന്നാ വിളിക്കണ? ഞാൻ ഇപ്പൊ ബാംഗ്ലൂരിന്നാ. ബാംഗ്ലൂരിന്നാ? ആ മുതലാളി ഇരിക്കണേണാ നിക്കണേണാ? ഞാൻ നിക്കുക. ആ കാലൊന്ന് നീട്ടിയേ. എന്തിനാ? കാലെ പിടിച്ച് മാപ്പ് പറയാനാണ്. ക്ഷമിക്കണം മുതലാളി. ആ അതൊക്കെ പോട്ടെ. എവിടാ നിന്റെ കൊച്ചമ്മ? അവളെ വിളിച്ചേ. കൊച്ചമ്മ രാവിലെ പുറത്തു പോയതാണ്, ഞാൻ കണ്ടില്ല. പുറത്തേക്ക് പോയോ? അതെ. എങ്ങനെ പോയി? കാർ എടുത്തോണ്ട് പോയി.
കാറും എടുത്തോണ്ട് ഞാനില്ലാത്തപ്പോൾ പുറത്തേക്ക് ഒറ്റയ്ക്ക് പോയെന്നോ? അതെ. അവൾ എന്താ ധരിച്ചിരിക്കുന്നത്? പച്ച സാരിയും പച്ച ബ്ലൗസും. അതല്ല, അവളുടെ മനസ്സിൽ അവൾ എന്താ ധരിച്ചിരിക്കുന്നത് ചോദിച്ചത്. അല്ല, അതെനിക്കറിയില്ല മുതലാളി. ഞാൻ ഇന്നലെ വന്ന് കയറിയല്ലോ, ഞാൻ മുതലാളിനെ കണ്ടിട്ടില്ലല്ല. ഞാൻ ആദ്യമായിട്ടല്ലേ വന്നത് ഇവിടെ. അവൾ എങ്ങോട്ടാ പോയെന്ന് ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചില്ല മുതലാളി, ഞാൻ ഇന്നലെ വന്ന അപ്പോയിന്റ്മെന്റ് ആയല്ലോ. ആ മുതലാളി, കൊച്ചമ്മ വന്നട്ടാ, കൊച്ചമ്മ വന്ന്. ദൈവമേ, കൂടെ ആരാണാവോ ഉള്ളത്? ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ. അവിടെ അല്ല, കൊച്ചമ്മയുടെ കൂടെ ആരോ ഉണ്ട്. കൊച്ചമ്മയുടെ കൂടെയോ? അതെ, മുതലാളി, കൊച്ചമ്മയുടെ കൂടെ ഉള്ള ആളെ അടിച്ച് പിറ്റാണ് കേട്ടാ. നല്ല വെള്ളമാണ് മുതലാളി. പറയണ കൊണ്ടൊന്നും തോന്നരുത്. കൊച്ചമ്മ ഉണ്ടല്ല, കൊച്ചമ്മ ആള് ശരിയല്ല. കൊച്ചമ്മ ഇത്തിരി ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. എടാ, അവരെങ്ങോട്ടാണ് പോണത്? ദൈവമേ, വേതാളത്തെ വിക്രമാദിത്യൻ കൊണ്ടോണ പോലെ കൊണ്ടോണുണ്ട്, തോളയിട്ടുണ്ട്. അവര് ബെഡ്റൂമിലേക്കാണ് പോണത്. ബെഡ്റൂമിലേക്കോ? അതെ. ദൈവമേ, നോക്കടാ. ഞാൻ നോക്കി മുതലാളി. മുതലാളി ദേ മുതലാളി, എന്തോ? കൊച്ചമ്മ ഉണ്ടല്ല, അയാളുടെ കഴുത്തേ കിടക്കണ സോക്സ് അഴിക്കണുണ്ട്. കഴുത്തി കിടക്കണേ? കഴുത്തേ കിടക്കണ സോക്സ് അഴിക്കാണ്. കഴുത്തി കിടക്കണ സോക്സോ? അതേ മുതലാളി, പട്ടീസ് പോലെ തൂങ്ങി കിടക്കൂലേ. എടാ, അത് ടൈയാണ്, ടൈ. അത് കാലേ കിട്ടണല്ലേ. എടാ, സോക്സും ടൈയും തിരിച്ചറിയാൻ പാടില്ലാത്ത തെണ്ടി. കഴുത്തേ കിടക്കണത് ടൈ, കാലേ കിടക്കണ സോക്സ്, മനസ്സിലായോ? ആ, കഴുത്തേ കിടക്കണ ടൈ ആണെന്ന് കാലേ കിടക്കണ സോക്സ് ആണെന്ന് അറിയാം. ബെഡ്റൂമിൽ ഒരുത്തം വന്ന് കിടപ്പുണ്ട്, അവനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. ഞാൻ എന്താ എടുക്കണേന്ന് നോക്കട്ടെ. എടാ, ഇനി കൂടെ വന്നിരിക്കുന്നേ അവളുടെ അച്ഛനോ മറ്റാണോ? അയ്യേ, അച്ഛനാണെങ്കിൽ ലോഹ ഉണ്ടാവൂലേ. ഇത് അച്ഛനും കപ്പേരും ഒന്നും അല്ല, ഇത് മറ്റവനാണ്. എന്ത് മറ്റവൻ? ഭർത്താക്കന്മാര് ബാംഗ്ലൂർ പോകുമ്പോ ഭാര്യമാരെ തോളി കൈയിട്ട് നടക്കുന്നവൻ, തെണ്ടി. എന്താ വിളിച്ചത്? ഏയ്, മുതലാളിയിലല്ല വിളിച്ചത്, ഞാൻ അവനെയാണ് വിളിച്ചത്. ഇനി അവിടെ എന്താ നടക്കണമെന്ന് നോക്കട്ടെ മുതലാളി. ഓ, ദേ അവനെ കിടത്തേണ് മുതലാളി. അവനെ കട്ടിലേക്ക് കിടത്തി. മുതലാളി, ചെറുതിക്കണ്. ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അല്പം മാറി നിൽക്ക്, കണ്ണിപ്പെടണ്ട. അയ്യേ, അവൻ അവിടെ കിടന്ന് ഛർദിക്കണ. എന്റെ കണ്ണി പറഞ്ഞ എങ്ങനെയാണ്? ഓ, ഛർദിക്കണത്. ഓ, ഛർദിക്കണമെന്നല്ല, ഛർദിക്കണം എന്നാണ് പറഞ്ഞത്. എങ്കിൽ നീ അങ്ങോട്ട് നോക്കണ്ട മുതലാളി. കൊച്ചമ്മടെ മേത്തവൻ കാലെടുത്ത് വെച്ച് മുതലാളി. എന്തേ? കൊച്ചമ്മടെ മേത്തവൻ കാലെടുത്ത് വെച്ച്. അയ്യോ, ഈ മുതലാളി, ഈ സമയത്ത് ഞാൻ അവന്റെ പേഴ്സ് അടിച്ച് മാറ്റട്ടെ. ഈ സമയത്താണോ പോക്കറ്റ് അടിക്കുന്നത്? അല്ല, ആ പേഴ്സിൽ അഡ്രസ് ഉണ്ടോന്ന് അറിയാലോ. അഡ്രസ് തരികയല്ല, പിന്നെ അവന്റെ അഡ്രസ് ഇല്ലാതാക്കാണ് വേണ്ടത്. അഡ്രസ് ഇല്ലാതാക്കണോ? നീ ആ ഫോൺ വെച്ചിരിക്കുന്ന മേശയുടെ വലിപ്പ് തുറന്നേ. വലിപ്പ് തുറക്കണോ? വലിപ്പ് തുറന്നോ? ആ, വലിപ്പ് തുറന്ന്. ഓക്കെ. വഞ്ചകി, അതെന്ത് കീയാണാവോ മുതലാളി? അഡ്രസ് ഈ വലിപ്പിന്റെ അകത്തുണ്ടാ? എടാ, അതിനകത്ത് എന്താ ഉള്ളത്? ഇതിനകത്ത് പുസ്തകമാണുള്ളത്. എന്നാ അടുത്ത വലിപ്പ് തുറക്ക്. അടുത്ത വലിപ്പ് തുറക്കാം. അതിനകത്തൊരു തോക്കില്ലേ? ആ, ഇതിനകത്തൊരു തോക്കുണ്ട് മുതലാളി. എടുക്കടാ. എടുത്തിട്ടേ എന്റെ വൈഫിനെ അങ്ങ് ഷൂട്ട് ചെയ്യ്. ഷൂട്ട് ചെയ്യാനോ? കൊല്ലടാ അവളെ. മുതലാളി, ഷൂട്ട് ചെയ്യടാ. ഞാനല്ലേ പറയുന്നത്. അതെങ്ങനെ മുതലാളി ശരിയാവണത്? എടാ, നീയല്ലേ പറഞ്ഞ് എന്ത് ജോലിയും ചെയ്യുന്നത്. ഇതൊരു ജോലിയാണെന്ന് കൂട്ടിക്കോ. ജോലിയാണ്, പക്ഷെ അത് കൂട്ടാ. ശമ്പളം കൂട്ടോ? ശമ്പളമൊക്കെ ഞാൻ കൂട്ടിത്തരാം. ഇപ്പൊ നീ പറഞ്ഞ പണി ചെയ്യേ. എന്നാലും ഞാൻ എങ്ങനെയാണ് വെടിവെക്കണം മുതലാളി? ഷൂട്ട് ചെയ്യടാ. നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? എന്റെ കൈ വിറക്കണം മുതലാളി. വെക്കടാ വെടി. വെക്കടാ വെടി. മുതലാളി, വെക്കടാ. മുതലാളി, ഷൂട്ട് ചെയ്യടാ. മുതലാളി, രണ്ടുപേരും മരിച്ചു കേട്ടോ. വെരി ഗുഡ്. ഇനി ഒരു തെളിവുകളും ഇല്ലാതെ എല്ലാ തെളിവുകളും നശിപ്പിക്കണം. ഓക്കെ, നീ ഒരു കാര്യം ചെയ്. ആ തോക്കെടുത്ത് നമ്മുടെ തെക്കേപ്പുറത്ത് മറ്റേ ആ ജനല് തുറന്ന് ആ കടവന്ത്ര കായലിലേക്ക് വലിച്ചെറിഞ്ഞ് കളയണോ? ആ, കായലിലേക്ക് വലിച്ചെറിയേ. മുതലാളി, ജനല തുറന്നപ്പോ ഇവിടെ കായലില്ല, ഇവിടെ നിറച്ച് ഫ്ലാറ്റ് ആണല്ല. നമ്മുടെ വടക്കുവശത്തെ ജനല തുറന്നപ്പോഴേ അവിടെ കായല് കാണാനല്ല, അവിടെ നിറച്ചും ഫ്ലാറ്റ് ആണല്ല. എടാ, നമ്മുടെ വീടിന്റെ വടക്ക് ഭാഗത്ത് കടവന്ത്ര കായലില്ലേ? വലത് ഭാഗത്ത് കടവന്ത്ര കായലാ. കടവന്ത്ര കായൽ അവിടെ കിടക്കണം, നമ്മളവിടെ കിടക്കണ്. നമ്മൾ MG റോട്ടിലല്ലേ താമസിക്കണത്. ദൈവം, ഇത് ഏതാ നമ്പർ? 335500. 335500യോ? അതെ. സോറി, റോങ് നമ്പർ. എന്റെ അമ്മേ. KL7Y300 രമണി ഉടൻ തന്നെ സ്റ്റാൻഡ് വിട്ട് പോകണം. രമണി പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ തോമസ് പോകണം. രമണിയും തോമസും പോയാൽ അതിൻ്റെ പുറകെ മേരി പോകണം. മേരി പോയാൽ അതിൻ്റെ പുറകെ സന്തോഷ് പോകേണ്ടതാണ്. യാത്രക്കാരുടെ തന്തയ്ക്ക് രമണിയും തോമസും പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹലോ, ഈ ചൗരോ ആരുടെ കൂടെ പോണ്ടെന്ന് പറഞ്ഞാല്? ചൗരയോ? ചൗരോ ആരുടെ കൂടെ പോണ്ടെന്ന് പറഞ്ഞാല് ഞാൻ അങ്ങോട്ട്. ചൗരാരാണ്? ചൗര ഞാനാ.
താനാ ചൗര ആരുടെ പുറകെ പോകണ്ടേന്നൊന്ന് പറഞ്ഞാൽ ഞാൻ പൊക്കോളാം. താൻ ആരുടെ കൂടെങ്കിലും പോടോ, ഞാൻ എന്ത് ചെയ്യാനാണ്? ഇത് ബസ് സ്റ്റാൻഡാണ്. പുറപ്പെടാൻ തയ്യാറായിരിക്കുന്ന മിനിമം. മിനിമോളുടെ പുറകെ പോയാലോ? വൃത്തിയോടെ കാണിക്കണം. അല്ലെന്ന് ഞാൻ എന്റെ കൂട്ടുകാരനോട് ചോദിച്ചു, നിങ്ങളെ പരിചയമുള്ള ഒരാളോട് ഞാൻ ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്ന ആള് ഓരോ പെണ്ണിന്റെ പേരുകൾ ബസ്സിന്റെ പേര് വെച്ച് പറയും, അതിന്റെ വേണമെങ്കിൽ നമ്മൾ കുറേ പോയാൽ മതി. എടോ, ഈ തോമസും മേരിയൊക്കെ ബസ്സാണ്, ഇവിടുന്ന് പുറപ്പെടാൻ പോണ ബസ്സിന്റെ അത് തന്നെ തന്റെ കൂട്ടുകാരനും എന്നോട് പറഞ്ഞത്, ബസ്സിന്റെ പേര് വെച്ചേ പറയുള്ളൂ. നമുക്ക് ഒരെണ്ണത്തിനൊന്നും അന്തസ്സായിട്ട് 3 വർഷത്തെ ഏറ്റവും മികച്ച സ്റ്റാൻഡിനുള്ള അവാർഡ് മേടിച്ചിരിക്കുന്ന ബസ് സ്റ്റാൻഡാണ് ഇത്. വൃത്തികേട് കാണിക്കരുത്. പുറപ്പെടാൻ അവാർഡ് മേടിച്ച ബസ് സ്റ്റാൻഡ് ഇത്. തനിക്ക് എന്താ വേണ്ടത്? ഞാൻ നിൽക്കുന്ന മഞ്ഞ ചുടിദാർ കണ്ട? ഞാൻ നിൽക്കുന്ന മഞ്ഞ ചുടിദാർ അവിടെ ഞാൻ കൈയും കാലും കാട്ടിയൊക്കെ ഇണക്കി വെച്ചേക്കണം. എന്റെ പേരൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയാതിരിക്കും. അതൊന്ന് അനൗൺസ് ചെയ്ത് എന്റെ കൂടെ വിട്ട ഞാൻ അങ്ങ് പൊക്കോളാം. ആയിരിക്കണം മഞ്ഞ ചുരിദാർ. എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അതിന് ഞാൻ തനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ കയ്യും കാലും കാണിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒന്ന് അനൗൺസ് ചെയ്ത് തന്നെ ഞങ്ങൾ അങ്ങോട്ട് പൊക്കോളാം. ഓട്ടോറിക്ഷക്കാണെങ്കിലും പൊക്കോളാം. എല്ലാം ഓക്കെ ആക്കി വെച്ചേക്കണേ. ഇനി ഞാനായിട്ട് സെറ്റപ്പ് ആക്കി തരണം. ആയിരിക്കണം മഞ്ഞ ചുരിദാർ. അതെ അതെ അതെ, ആയിരിക്കണം മഞ്ഞ ചുരിദാർ. എന്റെ വൈഫാടാ. ആയിരിക്കുന്ന മഞ്ഞ ചുരിദാർ എന്റെ ഭാര്യയാണത്. അല്ല അതേ ഞാൻ സെറ്റപ്പ് ആക്കി തരണം. അല്ല പറയട്ടെ, ഒരു കാര്യം പറയണ മുമ്പ് ബഹളം വെച്ചാൽ അങ്ങനെ എന്ത് കാര്യം പറയണം? ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ആയിരിക്കുന്ന മഞ്ഞ ചുരിദാർ എന്റെ ഭാര്യനെ നോക്കിയിട്ട് സെറ്റപ്പ് ആക്കി തരണം. എടോ, മഞ്ഞ ചുടിദാറിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ മഞ്ഞ ചുടിദാറിന്റെ അടുത്തൊരു നീല ചുടിദാർ നിൽക്കണാണ്ടാ. അതിന്റെ ആ പറയണ മുമ്പ് അടി തുടങ്ങിയില്ലേ? അത് ഞാൻ പറഞ്ഞ ആ നീല ചുടിദാറിന്റെ കാര്യമാണ്. ആ നീല ചുടിദാർ കയ്യും റെഡി ആയിട്ട് ഒന്ന് അനൗൺസ് ചെയ്തിട്ട് ഒന്ന്. ആ നീല ചുരിദാറിന് താനിപ്പോ ലൈൻ ഇട്ട് വെച്ചേക്കാണ്. അതെ, ഞാനായിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് തരണല്ലോ. അതെ അതെ. ആ നീല ചുരിദാർ ഇട്ടേക്കണ എന്റെ പെറ്റ തള്ളേടാ. എന്റെ സ്വന്തം അമ്മേടാ നീല ചുരിദാർ. നീല ചുടിദാർ എന്റെ സ്വന്തം പെറ്റ തള്ളേടാ. നീ എന്തിനാ തല്ലിയത്? എടാ തെണ്ടി, മേലിലെ തള്ളമാർക്ക് ചുടിദാർ മേടിച്ചു കൊടുക്കരുത്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടക്കിട്ട മീനാനേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടക്കിട മീനാനേ.
ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള നിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചപ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടക്കണ മീനാനേ. മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള നിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചമ്പല്ലി കരിമീൻ ജമീനേ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടക്കണ മീനാനേ. പെണ്ണ് ജീവിക്കണ കണ്ടന്റെ കച്ചവടം പോയല്ലോ കാശും പോയി. പെണ്ണ് ജീവിക്കണ കണ്ടന്റെ കച്ചവടം പോയല്ലോ കാശും പോയി. ചന്ദന ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണ്. ചന്ദന ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള നിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചമ്പല്ലി കരിമീൻ ജമീനേ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടക്കണ മീനാനേ. കാട്ടിലെ മാനിന്റെ കോലു കൊണ്ടുണ്ടാക്കി മാരാര് പണ്ടൊരു ചെണ്ട. കാട്ടിലെ മാനിന്റെ കോലു കൊണ്ടുണ്ടാക്കി മാരാര് പണ്ടൊരു ചെണ്ട. കോലോണ്ട് തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട മേളത്തഴമ്പുള്ള ചെണ്ട. കോലോണ്ട് തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട മേളത്തഴമ്പുള്ള ചെണ്ട. കാട്ടിലെ മാനിന്റെ കോലു കൊണ്ടുണ്ടാക്കി മാരാര് പണ്ടൊരു ചെണ്ട. ചെണ്ട ദിന്ദിന്ന 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 തക തകതൈ ദിന്ദിന്ന 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 തകതൈ ദിന്ദിന്ന 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 തകതൈ ദിന്ദിന്ന 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 തകതൈ. പഞ്ചാരി പാണ്ടിയും പാടുന്ന ചെണ്ട തോളത്ത് തൂങ്ങുന്ന ചെണ്ട. ചണ്ട പഞ്ചാരി പാണ്ടിയും പാടുന്ന ചെണ്ട തോളത്ത് തൂങ്ങുന്ന ചെണ്ട. ചണ്ട കോട്ടു പിടിക്കാനലറുന്ന ചെണ്ട പട്ടണം ചുറ്റുന്ന ചെണ്ട. കോട്ടു പിടിക്കാനലറുന്ന ചെണ്ട പട്ടണം ചുറ്റുന്ന ചെണ്ട. നാടൻ പാട്ടുകൾ ചേലില് പാടണ മണിയന്റെ നല്ലൊരു ഫ്രണ്ടാ. എന്നു ചിരിക്കുന്ന ഫ്രണ്ടാ എണ്ണക്കറുപ്പുള്ള ഫ്രണ്ടാ. നാടൻ പാട്ടുകൾ ചേലില് പാടണ മണിയന്റെ നല്ലൊരു ഫ്രണ്ടാ. എന്നു ചിരിക്കുന്ന ഫ്രണ്ടാ എണ്ണക്കറുപ്പുള്ള ഫ്രണ്ടാ. നാലാള് കൂടുമ്പോ നാണിച്ചിരിക്കാതെ നർമ്മം വിതയ്ക്കുന്ന ഫ്രണ്ടാ. നാലാള് കൂടുമ്പോ നാണിച്ചിരിക്കാതെ നർമ്മം വിതയ്ക്കുന്ന ഫ്രണ്ടാ. നർമ്മത്തിൽ മർമ്മം കുറിക്കാനും കർമ്മം നടത്താനും
പിണങ്ങിയിരിക്കുന്നെന്ന്. പിന്നെ പിണക്കം ഇല്ലായിരിക്കുന്ന എങ്ങനെയാ? ആ. എനിക്ക് ടൈഫോയിഡ് എലിപ്പനിയും കൂടെ വന്ന് ഞാൻ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോഴേ നീ എന്നെ വന്നൊന്ന് തിരിഞ്ഞു നോക്കിയോ? എന്റെ അടി എനിക്ക് തിരിഞ്ഞു നോക്കാൻ മേലായിരുന്നടി. ഞാൻ പെടലി വിളിക്ക് നിന്റെ അപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു. നോക്കണ്ടേ, എന്നാലല്ലേ കാണത്തുള്ളൂ. ഈശ്വര, എന്ത് മുടി ഉണ്ടായിരുന്നു, നിന്റെ മുടി കണ്ടമാനം പോയല്ലോ. അയ്യോ, ഇത് ഞാൻ സ്പോഗ് ചെയ്തതല്ലയോ? കോപോ ആ. നല്ല ഫാഷൻ. എന്നാ പിന്നെ നിനക്ക് ഇതുപോലെ ബോംബിങ് ചെയ്യാൻ മേലായിരുന്നു. എന്നാത്തിനാ? അഫ്ഗാനിസ്ഥാൻ യുദ്ധം തുടങ്ങിയ പിന്നെ എല്ലാവർക്കും ഈ ഫാഷൻ അല്ലേ. ഇടയ്ക്ക് പൊട്ടിത്തെറിക്കുകയും ചെയ്യും, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബൾബ് കത്തുകയും ചെയ്യും. അതൊക്കെ പോട്ടെ, നിന്റെ ഭർത്താവിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, അതിയാന്റെ കാര്യമൊന്നും പറയാതിരിക്കോ ഭേദം. അങ്ങേർക്ക് ഇപ്പൊ കമ്പനിയിൽ സ്കിറ്റ് അല്ലയോ? സ്കിറ്റോ ആ. എന്ന് വെച്ചാ ഈ ആഴ്ച നൈറ്റ് ആണെങ്കിൽ അടുത്ത ആഴ്ച രാത്രി. എന്നാത്തിനടിച്ചിരിക്കുന്നേ? എന്റെ ദൈവമേ, നിന്റെ ചില സമയത്തെ വർത്താനം കേട്ടാ നമ്മള് ചിരിച്ചു ചിരിച്ചു മണ്ണും കല്ലും കൂപ്പിച്ചില്ലും എല്ലാം കപ്പും. എന്റെ എടി, ഒരാഴ്ച നൈറ്റും അടുത്ത ആഴ്ച രാത്രിയായിട്ട് മടക്ക് മടക്കെന്ന് മറിഞ്ഞു വരുന്നല്ലേ. അതിന് പറയുന്നത് സ്കിറ്റ് എന്നല്ല, പിന്നെ എന്നതാ? ലിഫ്റ്റ്. ഇംഗ്ലീഷ് നല്ല വശയില്ലല്ലേ, വല്ലപ്പോഴും മാത്തമാറ്റിക്സ് പഠിക്കണം. ഓ, ദൈവമേ, നല്ല പട്ട് സാരി. ഈശ്വര, നല്ല രസമുണ്ട്, നല്ല ഇഷ്ടപ്പെട്ടു. ബോർഡർ. പിന്നെ എവിടുന്ന് മേടിച്ചതാ? ഇത് കോട്ടയം അയ്യപ്പാസിന് വാങ്ങിയതാ. അതിന് മുറുക്കാൻ കടയല്ലേ? യോ, പുറത്ത് നോക്കുമ്പോ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. ആണോ? അകത്തോട്ട് കയറി പുറത്തേക്ക് നോക്കുമ്പോ ഒരു വലിയ കട കാണാം. ഏത്? ചെളിമൂട്ടിൽ സിൽക്ക് ഹൗസ്. കണ്ടോ? പിന്നെ 2 പ്രാവശ്യം കണ്ടു. എടി, ഇന്നാള് ഞാൻ അയ്യപ്പാസി കയറി കുറച്ച് ഡ്രസ് മെറ്റീരിയൽസ് എടുത്തിട്ട് വെളിയിൽ വന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ അയ്യപ്പാസ് കണ്ട്. ആരേലും കാണുവോ? കുറച്ച് അപ്പുറത്തോട്ട് മാറി നിന്ന് നോക്കിയ ശീമാട്ടി കാണത്തില്ലായിരുന്നോ? ഇത്ര പൊക്കല്ലേ ഉള്ളു, നമുക്ക് എത്താൻ നേരത്തല്ലേ നോക്കാൻ പറ്റുള്ളൂ. ആ, അത് പറ. എടി, അയ്യോ, എന്നതാ? അയ്യോ, അത് ഞാൻ ഇപ്പോഴെങ്കിലും വേണ്ടെന്നാ പറയുന്നേ. അതല്ല. പിന്നെ അയ്യോ, കാര്യം പറഞ്ഞോണ്ട് നിന്നപ്പോ കമ്മല് കണ്ടില്ല കേട്ടോ. ഇതെവിടെ നടി? ഞാൻ വന്നപ്പോ മുതൽ കുലുക്കുന്നതാ, നീ ഇപ്പൊ നോക്കൂന്ന് ഓർത്ത്. അയ്യോ, കണ്ടില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇതെവിടുന്നാ? ഭീമന്റെ ജ്വല്ലറി. എത്രയുണ്ടടി? 56 ക്യാരറ്റ്. നിന്റെ നല്ല രസമുണ്ട്, മുത്തുക്കട പോലെ ഉണ്ടല്ലോ. ഇത് 56 ക്യാരറ്റ്. അതെത്രയുണ്ട്? ഓ, ഞങ്ങളൊക്കെ പാവങ്ങളല്ലയോ. ഇത് 32 ബീറ്റ്റൂട്ടേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, നീ എന്നാ എന്റെ ഈ കൊച്ചു സ്മോൾ ഭവനത്തിലേക്കൊക്കെ ഇറങ്ങിയത്? നിന്നെ ഒന്ന് കാണുകയും ചെയ്യാം, കൂട്ടത്തിൽ 2 ചുമന്നുള്ളിയും കൂടെ ചോദിക്കാന്ന് വിചാരിച്ചു. അയ്യോ, നീ ഉദ്ദേശിക്കുന്ന ഈ ഒരുതരം റെഡ് ഒനിയൻ ആണോ? അതെ, റെഡ് റെഡ് ഒനിയൻ ഇല്ലടി, വൈറ്റ് ബനിയ മതിയോ? ഓ, തൽക്കാലം അത് മതി. ഞാൻ എന്നാ പിന്നെ ചുമന്ന പെയിന്റ് അടിച്ചെടുത്തോളാം. ആണോ? ആ. എന്നാ പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അകത്ത് കയറി എടുത്തോണ്ട് പോയാ പോരെ. എടി, ഒന്നുമില്ലല്ലോ, നമ്മൾ ഒരു കുടുംബം പോലെ കഴിയുന്നല്ലേ എടി. ഇപ്പൊ നീ അതൊക്കെ പറയും. കുറച്ച് കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ കയറി അതെടുത്ത് ഇതെടുത്ത് അപ്പുറത്തെ മറിയാമ്മയോട് പറഞ്ഞു കൊടുക്കാനല്ലേടി. ആരാടി മറിയാമ്മയോട് പറഞ്ഞേ? നീ പറഞ്ഞു കൊടുത്തു. ഞാനാണോടി പറഞ്ഞേ? നീ പറഞ്ഞില്ലേ? ഞാനാണോടി പറഞ്ഞത്? അതെ. നീ ആണോടി മറിയാമ്മയോട് ചെന്നേച്ച് പറഞ്ഞോടി എന്റെ നാക്കിന് 2 ഇഞ്ച് നീളം കൂടുതലാണ്? 2 ഇഞ്ച് നീളം ഉണ്ടായിട്ടല്ലേ പറഞ്ഞു? ആ, നീളം എടി, നീ ഒറ്റ എടുത്തല്ലേ പറഞ്ഞേ? ഞാൻ കൊട്ടടക്ക പോലെ ഇരിക്കുന്ന നീ പറഞ്ഞു. ഒട്ടടയ്ക്കായിരിക്കുന്ന പോലെ പറഞ്ഞത് ആണോ? ആ. എടി, നിന്റെ സ്വഭാവത്തെ കുറിച്ചൊന്നും പറയണ്ട. എടി, നീ ഒറ്റ ഒരുത്തി കാരണല്ലേടി സൂര്യനെല്ലി കേസ് ഉണ്ടായത്. ആ, ഞാൻ ഒറ്റ ഒരുത്തുകാരന് സൂര്യനെല്ലി കേസുണ്ട്. അതുകൊണ്ട് എന്നതാ, ഞാനിപ്പോ വേൾഡ് ഫേമസ് ആയില്ലേ. ഓ, ഇങ്ങനെ ഫേമസ് ആകാതിരിക്കുന്നതാ ഭേദം. എടി, നിനക്ക് നന്ദിയുണ്ടാ? നന്ദിയുടെ കാര്യം മിണ്ടി പോവരുത്. എന്താടി? നിന്റെ കൊച്ചിന് സുഖമില്ലാണ്ട് ആ. 50 ഉറുപ്പ്യ ചോദിച്ച് നീ എന്റെ വീട്ടിൽ വന്നു. ആ. ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു 2 രൂപ 50 പൈസ വാങ്ങിച്ചു. എടി, 1.5 രൂപ 50 പൈസ അടി തന്നു. 1.5 രൂപ 50 പൈസ. അത് പോരെ. എടി, നിനക്ക് നന്ദിയുണ്ടോ? നന്ദി. നിനക്ക് കടപ്പാടുണ്ടോ? കടപ്പാട്. എടി, നിന്റെ കെട്ടിയോനെ എന്റെ കെട്ടിയോനെ വല്ലതും പറഞ്ഞാ ചവിട്ടി ഞാൻ. എടി, നിനക്ക് നന്ദിയുണ്ടോടി? എടി, നിന്റെ കെട്ടിയോൻ ഏത് രാത്രി വന്ന് വിളിച്ചാലും ഇറങ്ങിച്ചെല്ലാൻ ഞാൻ ഒറ്റ ഒരു ചുളാ നന്ദി നിനക്കുണ്ടോ?